വിശക്കുമ്പോൾ ഞാനല്ലാതായി മാറുന്നു എന്ന് പറയും പോലെയാണ്. മരങ്ങൾ അത്രയും മുറിച്ച് കേട്ടോ, ഇങ്ങനെ എടുക്കും. അയ്യോ, നിനക്കെന്തടി? അപ്പൊ ശരി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്ന് പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസമായിട്ട് രാവിലത്തെ പരിപാടി, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എന്നാൽ ഡെയിലി ഉള്ള ടൈം ടേബിളിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോകണം. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടി പോകണം. കുറേ ദിവസം കൊണ്ടേ പറയുന്നു, പക്ഷേ എനിക്ക് നടക്കുന്നില്ല. അമ്മയും കുഞ്ഞും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് പോകണു. അമ്മയും കുഞ്ഞും ഉണ്ട് കേട്ടോ കൂടെ. അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ എല്ലാം ഇന്നത്തെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ മരങ്ങൾ അത്രയും മുറിച്ച് കേട്ടോ. റബ്ബർ ഉണ്ടായിരുന്നു, പ്ലാവ് ഉണ്ടായിരുന്നു, എല്ലാം മുറിച്ച് ഞാൻ ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വരണ വിജനമായി കിടക്കണ കേട്ടാ. അപ്പോഴേ അതാ ഇവിടെയുണ്ട് കുറേ അങ്ങ് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് ദോണ്ട് അവിടെ നിന്ന് മുറിച്ച് കണ്ടിട്ടത് കണ്ട് ഇവിടെ മെയിനായിട്ട് ഇത് മുറിക്കാൻ കാരണം ഈ ഇടയ്ക്ക് നല്ല രീതിയിൽ മഴയും കാറ്റും പേമാരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് കുറേയൊക്കെ കമ്പുകൾ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പേടിച്ച് എങ്ങാനും ആയിരിക്കണം. ഞാൻ ഇതുവരെ ഓണറിനെ കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു മുറിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് കമ്പെടുത്ത് പോയി വസു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. കാരണം ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല തണലുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത് കേട്ടോ. ഇതിപ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിലായിരിക്കും. ചൂട് സമയത്തൊക്കെ വെന്തൊരുവും. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ഭാഗമേ മുറിച്ചോളൂ എങ്കിലും ഞാൻ കിടന്നിവിടെ അലയ്ക്കുന്നുണ്ട് കേട്ടോ അമ്മേരോട്. അയ്യോ എന്നാലും മുറിച്ചില്ലേ ഇനി എങ്ങോട്ട് ചൂടായിരിക്കില്ലേ. എനിക്കാണെങ്കിൽ പച്ചപ്പും പരവതാനിയും മരവും ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ പിറുപിറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളൊന്ന് കാണിച്ചു തരാം. എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാത്തത്. അപ്പം കണ്ടോളൂ കേട്ടോ. കുറേ പേര് വീട് കണ്ടിട്ട് നല്ല വീടാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. നല്ല വീട്, നല്ല ഒരു പോസിറ്റീവ് എനർജിയും ഉള്ള ഒരു വീടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. അതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയതും കേട്ടോ. ആദ്യം എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയി കേട്ടോ. ഒരു സൈഡിലുള്ള മരങ്ങൾ മാത്രമേ മുറിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സൈഡിലെ മരമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ തണൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തണലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല തണുപ്പ് കിട്ടുമേ. അപ്പം പണ്ടത്തെ വീട്ടിൽ, നമ്മൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നല്ല തണലുണ്ടായിരുന്നു. ആ മരം അത്രയും മുറിച്ചപ്പോഴാണ് നമുക്ക് വെയിലടിച്ചു തുടങ്ങിയത്, ചൂടടിച്ചു തുടങ്ങിയത് കേട്ടോ. രാത്രി കിടക്കാൻ കൂടി പറ്റത്തില്ല. ഇവിടെ മരം മുറിക്കുന്നതിന് മുമ്പേ ചെറിയ രീതിയിൽ ചൂടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ശകലം കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ഞാൻ ഹൗസ് ഓണറെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നേ ഇനി മരമൊന്നും മുറിക്കരുതേ എന്ന്. പിന്നെ ഇതിപ്പോൾ എന്തുകൊണ്ട് മുറിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് ആടി ഒലഞ്ഞ് അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ നല്ല രീതിയിൽ പേടിയായേ. അപ്പം അങ്ങനെയാണ് മരം മുറിച്ചത്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ജോലി സ്ഥലത്തെ കണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് പറയുന്നത് ശരിക്കും കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് വീണായിരുന്നു എന്നൊക്കെ. അപ്പോൾ താഴെ എനിക്ക് തോന്നുന്നു ഒരു റബ്ബറും കൊണ്ടോ മറിഞ്ഞ് വീഴുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പേടിയായി. അതുകൊണ്ട് കൂടിയൊക്കെയാണ് കേട്ടോ മരം മുറിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഫുള്ള് മാറ്റി ക്ലീൻ ചെയ്ത് എടുക്കാൻ എനിക്ക് കുറച്ച് നാൾ പിടിക്കും. കാരണം ഈ കമ്പെല്ലാം ഉണങ്ങി വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ചോലയും കാര്യങ്ങളൊക്കെ കിടക്കും. ഇനിയിപ്പോൾ കുറച്ച് ആ തടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ കരിയിലേക്ക് ഉണങ്ങിയതിന് ശേഷം തടികൾ മാറ്റി മാത്രമേ ഫുള്ള് ക്ലീൻ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കരിയിലേക്ക് അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ നേരെ ഗോകുലത്തിലോട്ട് പോവുകയാണ്. തലേ ദിവസം രാത്രി അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ ഗോകുലത്തിലോട്ട് പോവാം, അവരെ കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ അമ്മയും കുഞ്ഞും പോയി കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ 8 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ വേണ്ടമ്മ, നാളെ പോവാമെന്ന് പറയും. രാവിലെ പോവാം, 8-8 മണിയാകുമ്പം പോവാം. അപ്പോൾ 10 മണിക്ക് ഷോപ്പും തുറക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു 8-8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ.
ഇന്ന് പെരുന്നാളാണേ. അപ്പോൾ ചിക്കൻ തലേദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് ഇന്ന് ചിക്കൻ വേണ്ട, താഴെ പെരുന്നാളിന് വിളിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 10 മണിയാകുമ്പോഴത്തേക്ക് ഷോപ്പിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങാം എന്നൊരു പ്ലാനും കൂടെ ഉണ്ട് കേട്ടോ മൈൻഡിൽ. എന്താകുമെന്ന് അറിയാതെയാണ് രാവിലെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മോനുടനെ മുട്ടായി വേണമെന്ന് പറഞ്ഞ് മുട്ടായി എടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന പലഹാരപ്പെട്ടികളെല്ലാം കൂടെ തറയിൽ വന്ന് വീണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഗോകുലത്തിലോട്ട് വന്നു. ഗോകുലത്തിൽ വരുമ്പോഴത്തേക്കും എനിക്ക് മോനൂട്ടനെ പ്രസവിച്ച് കിടന്നതാണേ ഓർമ്മ വരുന്നത്. ബസ്സൂട്ടൻ ഫുള്ള് ഹാപ്പി ആയിരുന്നു, കാരണം എന്നെ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ എൻ്റെ കൂടെ എവിടെയെങ്കിലും പോകുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒട്ടും കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ സ്റ്റാഫായിട്ട് നിൽക്കും പോലെ അല്ല എനിക്ക് തോന്നുന്നത്. കാരണം സ്റ്റാഫായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പിന്നെയും 4 ദിവസം എനിക്ക് ലീവ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് ലീവേ ഇല്ല, സ്വന്തം സ്ഥാപനമാണല്ലോ. അതുകൊണ്ട് എന്നെ ഒട്ടും കിട്ടൊക്കെ ഇല്ല ആശാന്. എൻ്റെ മോനോടൊരു ചെറിയൊരു കുശുമ്പുണ്ട്, ചെറുത്, വളരെ ചെറിയായിട്ടുള്ളൊരു കുശുമ്പ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ എടുത്ത് കൊഞ്ചിക്കുന്നതോ സ്നേഹിക്കുന്നതോ ആൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോഴ് കണ്ണൊക്കെ നിറച്ച് അടുത്തോട്ട് വരും. അത് ഒന്നേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ആൾക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ. പെട്ടെന്ന് ആളുടെ മുഖം മാറണത് നമുക്കറിയാൻ പറ്റും. ആദ്യമൊക്കെ നന്നായിട്ടിരിക്കും, പിന്നീടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നതും കുഞ്ഞാവെ കാണാൻ വേണ്ടിയിട്ടാണ്. ആൾക്ക് അത്രയ്ക്ക് അങ്ങ് ഓക്കെ അല്ല, എന്നാൽ കൂടിയും അമ്മേരൂടെ പോകുന്നതല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ കുഞ്ഞാവന്മാരെ ഇപ്പം ഞാനെന്ന് മാത്രമല്ല, എനിക്കൊന്നിനും അമ്മ എടുത്താലും ചെറിയ പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കണം, മറന്നുപോയി. അപ്പം ആശ എന്തായാലും എൻ്റെ അടുത്ത് ഇച്ചിരി ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പറയും, ഇപ്പം മാമൻ്റെയൊക്കെ കൊച്ചുമക്കളെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും, അനിയൻ്റെ മക്കളും അനിയത്തിൻ്റെ മക്കളെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആളുടെ മുഖം മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് വിലക്കുകയും ചെയ്തേടാ, അങ്ങനെയല്ല, നീ അങ്ങനെ വിഷമിക്കരുത്, നിൻ്റെ അനിയനാണ് അനിയത്തിയാണ് എന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടമാവാറുണ്ട്. ഇപ്പോൾ വിശക്കുമ്പോൾ ഞാനല്ലാതായി മാറുന്നു എന്ന് പറയും പോലെയാണ് എൻ്റെ അവസ്ഥ. ഡയറ്റ് എടുത്തതാണ്, രാവിലെ എന്തോ സംഭവം കഴിച്ചു, അമ്മ ഉണ്ടാക്കി തന്നത്. പക്ഷേ എനിക്ക് 10 മണിയാകുമ്പോൾ വിശന്ന്, അമ്മയ്ക്ക് വിശന്നില്ല, എനിക്ക് വിശന്ന് കേട്ടോ. വല്ലതും കഴിച്ചപ്പോഴാണ് പിന്നെ സ്റ്റേബിൾ ആയത്. എൻ്റെ പൊന്നി, ഞാൻ എൻ്റെ സ്കൂട്ടി എങ്ങനെ എടുക്കും? അയ്യോ, ഞാൻ അവിടെ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ അടുത്ത് എന്തോരം വണ്ടികളായിരുന്നു. ഞാൻ അവിടെ അത് വെച്ചിട്ട് പോയ സമയത്ത് വാച്ച്മാൻ ഉണ്ടായിരുന്നു, വയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചിട്ട് പോയത്. പിന്നെ പുള്ളിക്കാരൻ അവിടെ ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ചെറിയൊരു വഴി ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ആ വണ്ടി എടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും പാടുപെട്ട് കേട്ടോ. ശരിക്കും പാടുപെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് എല്ലാത്തിനും നല്ല ഹാൻഡിൽ ലോക്കും കൂടെ ഉണ്ടായിരുന്നു. ഹാൻഡിൽ ലോക്കോട് കൂടി വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് എടുക്കാൻ പറ്റും? മറ്റുള്ള വണ്ടികൾ മാറ്റി വെച്ചാലല്ലേ എനിക്ക് എൻ്റെ വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ വണ്ടി എടുത്തു കേട്ടോ. കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അവിടെ കിടന്ന് തുഴഞ്ഞാണ് കേട്ടോ ഞാൻ വണ്ടികളെല്ലാം മാറ്റിയിട്ട്. പിന്നെ നേരെ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് മീൻസ് നമ്മൾ പറഞ്ഞല്ലോ പെരുന്നാളിന് പോകണം. അപ്പോൾ അവിടുത്തെ മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കുഞ്ഞിനെ അമ്മയും കൊണ്ടൊന്ന് വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ്. പോവാന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എടുക്കുമെന്ന്. കാരണം എനിക്ക് ഷോപ്പിൽ സമയത്ത് തുറന്നില്ലെങ്കിൽ പിന്നെ ഒരു ടെൻഷനാണ്. അങ്ങനെ പിന്നെ കസ്റ്റമർ എന്നെ അപ്പോയിൻമെൻറ്റ് വിളിച്ച കേസുകൾ കുറവായിരുന്നു ഇന്ന് പെരുന്നാളായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താളം ചവിട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പാർലറിലെത്തിയേനെ എന്നറിയാവോ. രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഈ ചൂടിൽ എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം നയിച്ചാൽ ഞാൻ പറഞ്ഞു വെള്ളം അങ്ങനെ കുടിച്ചിട്ട് പോകാമെന്നോ വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തേക്കാൾ ഇത്തവണ വെയിൽ കൂടുതലായിരുന്നു. നേരത്തെയാണ് ഈ ചൂട് സമയം വന്നതെന്ന് തോന്നുന്നു. അതുകൂടാതെ തന്നെ വെയിൽ ഒരു അപാരമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഈ സമയത്തൊക്കെ നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴത്തേക്കും കരിഞ്ഞു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് നാരങ്ങ പിഴിഞ്ഞാണ് ജ്യൂസിന് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ അടിച്ച് വെച്ചിരുന്നത് എന്തോ ആയിരുന്നു. ശരിക്കും പുളിയും ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലിപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും അത്രയ്ക്ക് അങ്ങ് ബെറ്റർ ആയിരുന്നില്ല കേട്ടോ. പിന്നെ അതായത് വൈകുന്നേരത്തെ സമയമാണ്. ഞാൻ പിന്നെ കടയിലോട്ട് പോയി കേട്ടോ. അമ്മയും കുഞ്ഞിനെയും വീട്ടിലോട്ട് ആക്കിയിട്ട് ഞാൻ കടയിൽ പോയി. ഉച്ചയ്ക്ക് വന്നു.
പെരുന്നാൾ ബിരിയാണിയൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു പ്ലാന് ലുലു മാളിലോട്ട് പോവാണ്. അപ്പം ഞാനും ധന്യ, കണ്ണണ്ണൻ, ശ്രീകുട്ടി, അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, കുഞ്ഞ്, അമ്മ, അപ്പോൾ എല്ലാവരും കൂടെ പോവേണേ. സ്കൂട്ടിയിലല്ല പോകുന്നത്, സ്കൂട്ടി വെളിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് സ്കൂട്ടി എടുത്ത് അകത്തോട്ട് വെച്ചു. അപ്പോൾ കാറിലാണ് പോകുന്നത് കേട്ടോ. മോനുട്ടനൊക്കെ വീട്ടിൽ ഇരുന്ന് വേറെ ഉറച്ച്. അങ്ങനെ അമ്മ പറയുന്നുണ്ട് എങ്ങോട്ടെങ്കിലും പോവാന്ന്. അപ്പോൾ അല്ലാതെ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു ലുലു മാളിലോട്ട് പോകണമെന്ന് ബസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഉച്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന്. അപ്പോൾ ധന്യയ്ക്കും പ്ലാനിങ് ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ലുലു മാളിൽ പോയത് ഡിസംബറിലാണ്, ക്രിസ്മസ് സമയത്താണ്. ക്രിസ്മസിൻ്റെ അന്നാണെന്ന് തോന്നുന്നു. എൻ്റെ ഊഹ ശരിയാണ്, ഈ ഡിസംബർ 25 തന്നെയാണ്. അതിന് ശേഷം ആയിരിക്കാൻ വഴിയില്ല എന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും അന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ലുലു മാളിലോട്ട് പോകുന്നത്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ലുലു മാളിൽ പോകാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ പൊട്ടും. രണ്ടാമത്തെ കാര്യം എനിക്ക് നടക്കാൻ വയ്യ. എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. അതിന് കാരണമെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് കാല് കഴപ്പ് വരും. അതുകൊണ്ട് ഞാൻ പോകുന്നതിൽ മടി കാണിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ലുലു മാളാണ്. ഒരുപാട് നടക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ധന്യ 1-2 ദിവസത്തിന് മുമ്പേ പറയുന്നുണ്ടായിരുന്നു, എടീ സാധനങ്ങളൊക്കെ തീർന്ന് ഒരു ദിവസം ലുലു മാളിലോട്ട് പോകണം, നീ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പുളക്കിയിട്ടാണ് ഇപ്പം ഞാൻ പെട്ട് ലുലു മാളിൽ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ മെയിനായിട്ട് ലാഭമാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബഡ്ജറ്റ്, അതായത് എന്താ പറയുക, വലിയ രീതിയിൽ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും, ഇപ്പം ചെറിയ പാക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വലിയ ലാഭം ഉണ്ടാകത്തില്ല. പക്ഷേ വലിയ പാക്കറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും 2 മാസം 3 മാസത്തോളമൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ലിക്വിഡ് ഐറ്റംസ് ആണെങ്കിലും സർഫ് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ മാസത്തേക്ക് ഇരിക്കും. അപ്പോൾ അങ്ങനെ നോക്കി എടുക്കുന്നവരുണ്ടെങ്കിൽ, ഓട്സൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് വലിയ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ 3-4 മാസത്തേക്ക് ഇരിക്കും കേട്ടോ. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലുലു മാൾ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ അങ്ങനെ എടുത്ത കുറച്ച് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് നമുക്ക് തീർന്നത്, സോപ്പ് കാര്യങ്ങൾ എല്ലാം. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വാങ്ങിച്ച് വന്നപ്പോൾ ഡയറ്റിൻ്റെ ഫുഡൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കേട്ടോ. നമ്മളങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും കൂടെ പിന്നെ ഡയറ്റിൻ്റെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കിയേ. ഇതിനിടയ്ക്ക് മോനുടെ ഭയങ്കര ബഹളമായിരുന്നു, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം പതുക്കെ കണ്ണെണ്ണ എടുത്തുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടല്ലോ, ഉരുട്ടിക്കൊണ്ട് പോകുന്ന സംഭവം, എനിക്കതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ മണ്ടയിലിരുത്തി അവൻ്റെ നിലവിളിയും കരച്ചിലൊക്കെ അങ്ങനെ അങ്ങ് നിന്ന് കേട്ടോ. അവരെ കൂടെ അങ്ങ് ജോളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മളൊരു സൈഡിൽ സാധനങ്ങളൊക്കെ പറക്കി നടക്കുന്നുണ്ടായിരുന്നേ. ഞാൻ എടുത്ത സാധനങ്ങളെന്ന് പറയുന്നത് മില്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മില്ലറ്റിൻ്റെ പേര് ഞാൻ അവിടെ വെച്ച് മറന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ വമ്പിച്ച ആലോചനയായിരുന്നു. അമ്മ ഇതിങ്ങനെയാണ് സംഭവം, അതിന് ഇംഗ്ലീഷ് പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു വിധത്തിൽ കിട്ടുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയിട്ടും കിട്ടുന്നില്ല. ഞാനങ്ങനെ അത് അവിടെ അത്രയും നോക്കിയപ്പോഴും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയാണെന്ന് തോന്നുന്നു കണ്ടുപിടിച്ച് പറയുന്നത്, മില്ലറ്റാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറയാം അത് തന്നെ, അതൊരു ഡയറ്റ് ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹൈ പ്രോട്ടീനൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ ധാന്യപ്പൊടി, നവധാന്യപ്പൊടി എന്ന് പറയുന്നത് സാധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് നമുക്ക് നല്ലതാണ്, ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ്, ബെറ്റർ ആണെന്നാണ് തോന്നുന്നത്. കാരണം കുറേ ഇതുണ്ടല്ലോ, പരിപ്പ്, ചോളം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഇവിടെ വെറുതെ വന്നതാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ വെറുതെ നോക്കിയതാണ്. വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ നിന്നൊന്നും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരു 10 രൂപയൊക്കെ ഡിഫറൻസേ വരത്തുള്ളൂ. ഞാനിപ്പോൾ ഡയറ്റ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാലും എൻ്റെ ഡയറ്റ് കറക്റ്റ് രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ എന്നെക്കൊണ്ട് പറ്റണില്ല കേട്ടോ. അതിലും മിക്കതും എനിക്ക് ഈ ജോബിൻ്റെ കാര്യത്തിലും അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്, പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനും തോന്നില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പം അമ്മ ഇപ്പം നന്നായിട്ട് ഡയറ്റും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡയറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ ഞങ്ങൾ എടുത്ത സാധനങ്ങളാണ്. ഇപ്പോൾ കംഫർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ മാസം നിൽക്കും, 2-3 മാസത്തിലേറെ നിൽക്കും. ലൈസോള് നിൽക്കും. അതുകൂടാതെ തന്നെ നമ്മൾ സർഫാണ് ഇത്രയും നാളും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സർഫ് മാറ്റിയിട്ട് ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലിക്വിഡ് ആകുമ്പോൾ വാഷിംഗ് മെഷീനിൽ, ഇപ്പോൾ വാഷിംഗ് മെഷീനിലാണ് കഴുവൊക്കെ. കാരണം എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായി കേട്ടോ. അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ വാഷിംഗ് മെഷീനിലായിരിക്കും ഇപ്പോൾ സലൂണിലെ ക്ലോത്തും കഴുകുന്നത്, ഇപ്പോൾ അല്ലാതെ ഡെയിലി ഉള്ള ക്ലോത്തും കഴുകുന്നത് വാഷിംഗ് മെഷീനിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സർഫ് എനിക്ക് മാറ്റാമെന്ന്. കുറച്ച് ബെറ്റർ അതാണ്. മറ്റേ സർഫ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് അടിയിൽ വന്ന് ഒട്ടും അലിയാതെ കിടക്കും.
അല്ലെങ്കിൽ ചില തുണികളിൽ പറ്റി പിടിച്ച് കിടക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ലിക്വിഡാണെന്ന്. അങ്ങനെ കുറച്ച് നമ്മൾ പിന്നെ പനീറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പനീറിൻ്റെ കറികൾ ഞാൻ അങ്ങനെ പുറത്ത് പോകുമ്പോഴേക്കേ കഴിച്ചിട്ടുള്ളൂ, വീട്ടിലൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഹൈ പ്രോട്ടീനാണ് പനീർ, അതൊക്കെ വാങ്ങിച്ചിരുന്നു. ഈ ഒരു ടോപ്പ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അടിപൊളി ടോപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം കേട്ടോ. അടിപൊളി ടോപ്പാണ്. 200 സംതിങ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും കൂടുതൽ പേരും. എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടേണ കണ്ടിട്ട്, രാഖി ഇട്ടേണ കണ്ടിട്ട് ഞാൻ പറയും, എടി ഇതെവിടെ നിന്നെടി എന്ന് ചോദിച്ചാൽ അവൾ എനിക്ക് ലിങ്ക് ഇട്ട് തന്നതാണ്. അടിപൊളി ടോപ്പാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ധന്യയെ ഞാൻ കണ്ടുപിടിച്ചു ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ഞാൻ അങ്ങനെ അവളെടുത്ത് ചെടി നിനക്ക് എത്ര എമൗണ്ട് ആയി, ടോട്ടൽ എമൗണ്ട് ആയെന്ന് കണക്ക് നോക്കിയപ്പോഴത്തേക്ക് എനിക്കും അവൾക്കൊരു 100 രൂപ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിന് നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ പർച്ചേസിംഗ് ഒക്കെ നടത്തി. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ കുറേ നേരം നിന്ന് കറങ്ങിയായിരുന്നേ പാർക്കിങ്ങിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം വണ്ടി കിടക്കുന്ന ഇങ്ങ് താഴെയായിരുന്നേ. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇന്നടത്ത് എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഴയും കേട്ടോ. പിന്നെ ആൾക്കാരോടൊക്കെ ചോദിച്ച് മറ്റേ മോഹൻലാൽ സിനിമയിൽ പറയുമ്പോൾ നമുക്ക് ചോദിച്ച് പോവാം എന്ന് പറയുമ്പോഴാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും തന്നെയും കൂടി നമ്മൾ പാർക്കിംഗ് സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ഇവിടെ നല്ല കളർഫുള്ളായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണോ ഫെസ്റ്റിവൽ അതനുസരിച്ച്, ഇപ്പോൾ ഫെസ്റ്റിവൽ ഡേ ആണ് നമ്മൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആ ഫെസ്റ്റിവലിനനുസരിച്ച് ഫുള്ള് കളർഫുള്ളായിരിക്കും. അപ്പോൾ നമ്മളിവിടെ വെളി ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് കാർ പാർക്കിംഗ് ഉള്ളത് അങ്ങ് താഴെയാണെന്ന്. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും അകത്ത് കയറിയിട്ട് പിന്നെ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ താഴെ എത്തിയത്. ലിഫ്റ്റ് കയറിയ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എസ്കലേറ്ററിലാണ് ഞങ്ങൾ കയറിപ്പോയത് എല്ലാവരും. പക്ഷെ ധന്യയ്ക്ക് ഭയങ്കര പേടിയായിരുന്നേ. ഈ വീഡിയോ എന്തായാലും അവൾ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു ബഹളമായിരുന്നു കേട്ടോ. അവളെ മാക്സിമം എസ്കലേറ്ററിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവൾ പറഞ്ഞു ഞാൻ വരണില്ല, ഞാൻ ലിഫ്റ്റിലേ വരണുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു ഇവൾക്ക് അതിൽ കയറാൻ പേടിയാണെന്ന്. പക്ഷേ ഇവൾ ശരിക്കും ഒരു വിധത്തിൽ അമ്പിനോടും വില്ലിനോടും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരുവിധം ഉള്ളവരെയൊക്കെ ഞാനൊന്ന് മയപ്പെടുത്തി എല്ലാത്തിലും കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ റൈഡൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇവൾ ഒരു വിധത്തിൽ അടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എടി നീ കയറി, കുഴപ്പമില്ല, വീഴത്തില്ല, അത് ഇല്ല. അപ്പോൾ ഇവളെ കയ്യിൽ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പിടിച്ചോളാം, ഞാൻ ആ ഒരു ഇത് പിടിച്ചോളാം, നീ കുഴപ്പമില്ല വാ, ഞാൻ ഇല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന് താഴെ വെച്ചിട്ട് നിന്നെ വന്ന് വിളിക്കാം. ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇത് വെച്ചിട്ട് ഇത് കൊണ്ടുപോയി താഴെ വെച്ച് കേട്ടോ. അമ്മ ഇപ്പോൾ പോയി, അമ്മയ്ക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. താഴെ വെച്ചിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വന്ന്, എന്തിനാണ് ഇവളെ വിളിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഒരു രക്ഷയില്ല, ആ ഒളിച്ച് നിൽക്കുന്നതുണ്ടല്ലോ, അവൾക്ക് ഇതിൽ കയറാൻ പേടിയായതുകൊണ്ട് അവൾ വന്നില്ല കേട്ടോ. പക്ഷേ എനിക്കത് അത്ഭുതമായിരുന്നു, കാരണം ഇവളെ ഈ ഒരു കേസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറയും ഞാനിത് നാട്ടുകാരെ മൊത്തം അറിയിക്കും. ഒരു ഇത് വല്ലാത്ത കഷ്ടമായി പോയി, നാണക്കേടായി പോയി, മഹാനാണ്. ഞാൻ എൻ്റെ ഇടയിൽ തന്നെ കുഞ്ഞി അവിടെ എങ്ങനെ നിൽക്കില്ല, സുഖമായിട്ട് കറങ്ങി വരും. പക്ഷെ എൻ്റെ കൂടെ ഒരു വട്ടം വന്നത് ഇതിന്റെ പേടി മാറിയ. നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരാളെ കയറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ പേടി മാറത്തില്ല. ആ പേടി മാറണമെന്നുണ്ടെങ്കിൽ സ്വയം തോന്നി കയറിയാലേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് കുഞ്ഞിലേ എനിക്കൊന്നും അവൾക്ക് പേടി ഇനി വീണിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിലേ പേടിയുള്ളത് കൊണ്ടായിരിക്കാം അവൾക്കത് ഒട്ടും പറ്റാത്തത്. അവൾക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവളൊരു കൈയെങ്കിലും എന്നെ പിടിച്ചേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്ക് ഒട്ടും അത് കയറുന്നതിനോട് താല്പര്യം ഇല്ലായിരുന്നതാണ്, അല്ലെങ്കിൽ പേടി കൂടുതലായിരുന്നതാണ്. അതുകൊണ്ടാണ് അവൾ സറണ്ടർ ആവാതിരുന്നത് കേട്ടോ. അങ്ങനെ വന്ന് ബില്ലൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഒരു നീണ്ട ബില്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയണത് കേട്ടോ, ബില്ല് ഏതാണ്ട് ഒരു 100 രൂപ ഡിഫറൻസ് ഞാനും അവളും തമ്മിലുണ്ടായിരുന്നുള്ളൂ എന്ന്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ ലുലു മാളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇനി ഇവിടെ കളഞ്ഞിട്ടൊക്കെയാണല്ലോ പോകുന്നത്. അവർ പിന്നെ പിറക്കി എടുത്തോളൂല്ലോ. ഇത് നേരെ ഞം അടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇരുന്നതാണ്. ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റോളം നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ എത്തിയിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.